എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 28-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇന്ന് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം, സ്ത്രീ സുരക്ഷാ പെൻഷൻ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതായിരുന്നു. 35 മുതൽ 60 വയസ്സുവരെയുള്ള BPL, അതായത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് ക്ഷേമ സഹായങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായത്തിൽ ഇതിനകം തന്നെ 15 ലക്ഷത്തോളം ആളുകൾ അംഗങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. 20 ലക്ഷത്തോളം അപേക്ഷകളാണ് ഇതിനകം എത്തിയിട്ടുള്ളത്. ഈ ഒരു വിതരണം ഫെബ്രുവരി മുതലാണ് ആരംഭിച്ചത്. ഫെബ്രുവരിയിലെ ആദ്യ ഗഡുവും മാർച്ചിൽ 2ാം ഗഡുവും വിതരണം ചെയ്തു. ഇനി 3ാം ഗഡുവായിട്ടുള്ള ഏപ്രിൽ മാസത്തെ വിതരണത്തിന് കാത്തിരിക്കുമ്പോൾ മുൻ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 20-ാം തീയതിക്ക് ശേഷവും 27-ാം തീയതിയായിട്ടും വിതരണ നടപടികൾ ആരംഭിച്ചില്ല. ഇന്ന് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ സർക്കാർ ഓർഡറുകളൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇലക്ഷന് മുമ്പായതുകൊണ്ട് തന്നെ 15-ാം തീയതിയോടുകൂടി ആദ്യ വിതരണം 11-ാം തീയതിയും പിന്നീട് അതിനു സമാനമായി 10-ാം തീയതിക്ക് ശേഷം തന്നെ 2ാം ഗഡുവും വിതരണം നടന്നു. എന്നാൽ ഇലക്ഷന് ശേഷം ഇപ്പോൾ 27-ാം തീയതിയായും സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 വിതരണം നടന്നിട്ടില്ല. ഏപ്രിൽ മാസത്തിലെ 1000 വിതരണത്തിന് ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. കാരണം ഇനി ഈ മാസം അവശേഷിക്കുന്നത് കേവലം 4 ദിവസങ്ങൾ മാത്രമാണ്. ഇന്ന് ഓർഡർ വന്നെങ്കിലേ നാളെയെങ്കിലും വിതരണം ആരംഭിക്കാനായിരുന്നുള്ളൂ. ഇനി നാളെയും ആ ഒരു തുക വിതരണത്തിന് സാധ്യത കുറവാണ്. ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. അത് നിങ്ങളൊന്ന് കേൾക്കുക. ഓർഡർ വന്നിട്ടില്ല. ഇല്ല, ഈ മാസം ഉണ്ടാവില്ലേ? അത് ഓർഡർ വരുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. കൃത്യമായിട്ടൊരു ഉറപ്പ് അവർക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി എത്ര ദിവസം കാത്തിരിക്കണം എന്ന് കാത്തിരുന്ന് കാണാം. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസുമായിട്ട് നിന്ന് ബന്ധപ്പെട്ടപ്പോൾ ഫോൺ എടുത്തില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു മാസത്തെ തുക ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18 മാസത്തെ കുടിശ്ശികയിൽ 5 മാസത്തേത് മാത്രമാണ് ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്തത്. അപ്പോൾ ഈ മാസത്തെ ഒരു മാസത്തെ 1600 ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ മാസം ഇല്ല എന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏപ്രിൽ മാസത്തിലേത് നേരത്തെ ലഭിച്ചത് കൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിക്കില്ല. ഇനി മെയ് മാസത്തിൽ 20-ാം തീയതിക്ക് ശേഷം 25ഓട് കൂടിയിട്ടാണ് ആ ഒരു തുക വിതരണം ഉണ്ടാകുക. അതിനു മുമ്പ് നമുക്ക് പുതിയ സർക്കാർ, LDF ആയാലും UDF ആയാലും പുതിയ ഒരു സർക്കാർ ആയിരിക്കും അധികാരത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സർക്കാരിന്റെ ആദ്യ മാസത്തെ പെൻഷൻ വിതരണമായിരിക്കും മെയ് മാസത്തിൽ ഉണ്ടാകുക. സംസ്ഥാനത്ത് വൈദ്യുതി കണക്ഷൻ ഉള്ളവരും പാചകവാതകം ഉപയോഗിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് ഔദ്യോഗികമായി പവർ കട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ PNG ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ആളുകൾ LPG കണക്ഷൻ റദ്ദ് ചെയ്യുകയും സിലിണ്ടറുകൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. ആദ്യം KSEBയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്ന ഇലക്ഷനിൽ ഏറ്റവും വലിയ പ്രചാരണമായിരുന്നു കറണ്ട് കട്ടില്ലാത്ത 10 വർഷം എന്നുള്ളത്. ഇത് വലിയ ക്യാമ്പയിനായിക്കൊണ്ട് തന്നെ നടപ്പിലാക്കി. എന്നാൽ ഈ ഒരു വേനൽ കടുത്തതോടുകൂടി സംസ്ഥാനത്ത് അപ്രഖ്യാപിത കറണ്ട് കട്ടുകൾ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് KSEB ഔദ്യോഗികമായി ഇപ്പോൾ കട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ കറണ്ട് കട്ട് ലോഡ് ഷെഡിംഗ് എന്നല്ല ഉപയോഗിക്കുക, പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്നായിരിക്കും ഇതിന് പറയുക. 15 മുതൽ അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന കട്ടുകളാണ് ഉണ്ടാകുക. ഒരു രാത്രി പീക്ക് സമയത്ത്, അതായത് നേരം വെളുക്കുന്നതിന് മുമ്പ് പല തവണകൾ ഇങ്ങനെ കട്ടായി പോകുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. എല്ലാ ആളുകളും മനസ്സിലാക്കുക, കറണ്ട് കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും പുതിയ പേരാണ് പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് ഒരു മുൻധാരണം ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കട്ട് എങ്കിൽ ഇന്നു മുതൽ മൊബൈലിലേക്ക് SMS എത്തിത്തുടങ്ങും. KSEBയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് SMS എത്തുക. അങ്ങനെയുള്ള നമ്പർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ KSEBയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ WSS
www.kseb.in/self-service/register മൊബൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് SMS ലഭിക്കേണ്ട മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാവുന്നതാണ്. സാങ്കേതിക തകരാറുകൾ കാരണം 1912 എന്ന KSEBയുടെ ടോൾ ഫ്രീ നമ്പർ ചില സമയങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല എന്നും ഇതിന് പകരമായി 94 96 001912 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ പരാതികൾ അറിയിക്കണമെന്നും KSEB അറിയിച്ചു. ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്കുള്ള അറിയിപ്പാണ് ഇനി. വീടുകളിൽ പൈപ്പ് ലൈൻ വഴി പ്രകൃതി വാതക കണക്ഷൻ അതായത് PNG ലഭ്യമായ ഗുണഭോക്താക്കൾ തങ്ങളുടെ കൈവശമുള്ള LPG കണക്ഷനുകൾ ഉടൻ തിരിച്ചേൽപ്പിക്കണമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ കർശന നിർദ്ദേശം വന്നു. 15 ദിവസത്തിനകം സിലിണ്ടറുകൾ സറണ്ടർ ചെയ്യണം. PNG ഗുണഭോക്താക്കൾ പുതിയ LPG കണക്ഷനുകൾ എടുക്കാനോ നിലവിലുള്ള സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാനോ പാടില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് രാജ്യവ്യാപകമായി LPG വിതരണത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇരട്ട കണക്ഷനുകൾ ഒഴിവാക്കി അർഹമായവരിലേക്ക് പാചകവാതകം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. സറണ്ടർ ചെയ്യേണ്ടത് ഇനി പറയുന്ന രൂപത്തിലാണ്. LPG കണക്ഷൻ സറണ്ടർ ചെയ്യുന്നതിനായി mypngd.in എന്ന വെബ്സൈറ്റ് പോർട്ടൽ ഉപയോഗിക്കാം. അല്ല എങ്കിൽ അതാത് ഗ്യാസ് ഏജൻസികളിലെത്തിയും കണക്ഷനുകൾ ഒഴിയാം എന്നും സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്ത് PNG കണക്ഷൻ സൗകര്യം ഉള്ള ആളുകൾ 3 മാസത്തിനകം അതിലേക്ക് മാറുകയും വേണം. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്: കണ്ണൂർ അഞ്ചരക്കണ്ടി സെൻട്രൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സംസ്ഥാനത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ദളിത് സംഘടനകൾ. 52 ദളിത് സംഘടനകളുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഹർത്താൽ സംഘടിപ്പിക്കുന്നത്. നിർബന്ധമായി വാഹനം തടയില്ല എന്നും ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണം എന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൽ അഭ്യർത്ഥിച്ചു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ